Alexa, what is the time? The time is 12:01 a.m. ഇപ്പോൾ രാത്രി 12 മണിയായി. എന്താണ് പാതിരാത്രിക്ക് പരിപാടി എന്നല്ലേ? ഞാനൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം കുറച്ച് അണിയൻസ് ആണ്. ഒരു 3 or 4 സ്മോൾ അണിയൻസ്, കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ആപ്പിൾസ് ആണ്, ഇങ്ങനെ അത്യാവശ്യം കുറച്ച് വലിയ പീസസ് ആക്കി കട്ട് ചെയ്തത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നീളത്തിൽ അരിഞ്ഞ ജിഞ്ചർ പീസസ് ആണ്. ഈ ഡിഷ് ഒരു സൂപ്പാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്ത് സിമ്മർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം വേണം. അപ്പം ഇവിടെ ഞാനൊരു ഉരുളിയാണ് അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിരിക്കുന്നത്. സൈഡിൽ തന്നെ ഒരു കലത്തിലും ഒരു പാത്രത്തിലുമായിട്ട് വെള്ളം ബോയിൽ ചെയ്യാനും വെച്ചിട്ടുണ്ട്. നമ്മളൊരു പകുതിയോളം വെള്ളം ആദ്യം തണച്ചത് ഇതിലേക്ക് ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളകുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലേവറിനായിട്ട്. നമ്മളിതാ 1 kg ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. അത് ഇതിലേക്ക് ഇടാം. ഇത് ജസ്റ്റ് ഇനി ഒന്ന് ഇങ്ങനെ തള പൊട്ടി വരട്ടെ കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയന്റ് നാപ്പ ക്യാബേജ് അല്ലെങ്കിൽ ചൈനീസ് ക്യാബേജ് ആണ്. ഇത് നമുക്ക് ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇൻസ്റ്റമാർട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. കിട്ടിയില്ലെങ്കിൽ ലെറ്റ്യൂസിന്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് അടുത്ത് ആഡ് ചെയ്യാനുള്ളത് നേരത്തെ കാണിച്ച കുറച്ച് ചോപ്ഡ് ജിഞ്ചർ, കുറച്ച് ചോപ്ഡ് ഗാർലിക്, പിന്നെ നമ്മുടെ സബോള, സ്ലൈസ്ഡ് സബോള. അതൊന്നിങ്ങനെ വിടർത്തിയിടുക. കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടത് ആപ്പിളാണ്. നല്ല റെഡ് ആപ്പിള്, മധുരമുള്ളത് നോക്കി തന്നെ എടുക്കാൻ നോക്കുക. ഞാനൊരു 2 ആപ്പിള്, ഒരു 3 to 4 ചെറിയ സബോള, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 നാപ്പ ക്യാബേജ് കേട്ടോ. ഇപ്പതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം കുറവ് തോന്നിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ തള പൊട്ടിയപ്പോൾ ഞാൻ ദാ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. മുകളിൽ ഇത് വെയിറ്റിനാട്ടോ ഈ ചതയന്ത്രം വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് 1 hour സിമ്മിലിട്ടിട്ട് അതിനെ പയ്യെ ബോയിൽ ചെയ്ത് ഇതിന്റെ ഫ്ലേവറൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബാക്കി ഇത് എങ്ങനെയുണ്ടെന്നും ടേസ്റ്റിംഗ് ഒക്കെ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. ഇപ്പൊ തന്നെ വീഡിയോ കുറച്ച് ലോങ് ആയി. അപ്പോൾ സ്റ്റേ ട്യൂൺ ടിൽ ദെൻ, ബൈ.